വികലമായ കാര്യങ്ങളാണ് അസീം മുനീർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇമ്രാൻഖാന് വലിയ രീതിയിലുള്ള പിന്തുണ അവിടെ കിട്ടുകയാണ്. ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കണം എന്നുള്ള ആവശ്യം ശക്തമായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അസീം മുനീറിന്റെ സ്ഥാനചലനത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയേക്കാം. മറ്റൊരു അട്ടിമറിക്ക് കൂടി പാകിസ്ഥാൻ സാക്ഷിയാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുകയും തിരിച്ചടി ഏറ്റുവാങ്ങുന്നതും തിരിച്ചടി ഇരുന്ന് വാങ്ങുകയും ചെയ്യുന്നത്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അസീം മുനീറിനെ പറ്റി നമ്മളിങ്ങനെ പറയുമെങ്കിലും ഇമ്രാൻഖാനും വലിയ ഭേദമൊന്നുമല്ല. കാരണം ഈ ലോകത്ത് ആഗോള തീവ്രവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർ ആയിരുന്ന ഒസാമ ബിൻ ലാദനെ രക്തസാക്ഷി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ഇമ്രാൻഖാൻ. അപ്പോൾ ഇമ്രാൻഖാൻ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ രീതിയിലത്തേക്കുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്കറിയാം. ഇവരുടെ എല്ലാവരുടെയും തന്നെ മൈൻഡ് സെറ്റ് ഒന്ന് തന്നെയാണ്. പിന്നെ എത്രത്തോളം വലിയ ഒറ്റബുദ്ധിയാണ് ഇതിൽ ഓരോ നേതാക്കൾ എന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നയാളാണ്, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് നേരത്തെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, എത്രത്തോളം കടുത്ത ഇന്ത്യ വിരോധമാണ് അയാൾക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ അത് അസീം മുനീർ അല്ലാതെ മറ്റൊരാളാണ് വരുന്നത് എങ്കിലും അവരുടെ അപ്രോച്ചിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് അസീം മുനീർ എവിടെയാണ്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇതിൽ കൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കുറവാണ്. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റിലാകും, ജയിലിലാകും, അദ്ദേഹം അല്ല ഇപ്പോൾ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പകരം നിയന്ത്രിക്കുന്ന മറ്റാരെങ്കിലും ആണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ സൈനികര്, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനെ കവചമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ശ്രമിച്ചു എന്നാണ്. അതും ഒരു അന്താരാഷ്ട്ര വിമാനം. അപ്പൊ അതിൽ ഒരുപക്ഷെ സൗദിയുടെ വിമാനമാണ് അതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അവർക്ക് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമുള്ള ആൾക്കാരല്ല. അപ്പോൾ സിവിലിയൻ എയർ സ്പേസ് ക്ലോസ് ചെയ്യാതെ ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യ ആ സമയത്ത് സ്വാഭാവികമായും എന്ത് ചെയ്യണമെന്നാണ് അവർ ചിന്തിച്ചിട്ടുണ്ടാവുക? ഇന്ത്യ ഇതിനെയും ഒരു ആക്രമണത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയും ആ സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഡൗൺ ചെയ്തതിനു വേണ്ടി ഇന്ത്യ ശ്രമിക്കും എന്നാണ് അവർ ചിന്തിക്കുക. അങ്ങനെ സംഭവിച്ചാൽ അത് അന്താരാഷ്ട്ര രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയുടെ ആക്ഷനെ ആൾക്കാർ അപലപിക്കും, ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഇന്ത്യ പിന്നോട്ട് പോവുകയും പാകിസ്ഥാന് ഒരു വിക്ടിം കാർഡ് ഇറക്കി ഒരു മേൽക്കൈ കിട്ടുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അതിനെ പോലും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടി പോലും തയ്യാറാകുന്ന ഒരു മിലിറ്ററി ടാക്ടിക്സ് ആണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് അസീം മുനീർ അല്ല, ഇനി മറ്റൊരാളാണ് എങ്കിലും ആ രാജ്യത്തിന് എവിടെയാണ് ഗതി? അവരെന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് അങ്ങേയറ്റം അവരുടെ പൗരന്മാരെയോ മറ്റുള്ള പൗരന്മാരെയോ ഗൗനിക്കാതെ കേവല ഇന്ത്യ വിരോധത്തിന്റെ പുറത്ത് ഇന്ത്യക്ക് മേൽ സൈനികമായിട്ടുള്ള ഒരു സുപ്പീരിയോറിറ്റി കിട്ടില്ല എന്നതുകൊണ്ട് ഇന്ത്യയുടെ ഇമേജിനെ അന്താരാഷ്ട്ര രംഗത്ത് മോശമാക്കി കാണിച്ചുകൊണ്ട് ഇന്ത്യ പാവപ്പെട്ട സിവിലിയൻസിനെ, അതും അൺകണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവരുടെ ബുദ്ധിയോ ഒറ്റബുദ്ധിയോ അല്ല നമുക്കുള്ളത് എന്നതുകൊണ്ട് നമ്മളതിനെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുകയും നമ്മളതിനെ ആക്രമിക്കാതെ വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ഡിലിജൻസ് ആണ്. അത് കാണിക്കുന്നത് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. മറിച്ച് പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ അങ്ങനെ ചെയ്യും എന്നായിരുന്നില്ല. ഇത് ഒരു ഭാഗം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ അസീം മുനീറിന്റെ പങ്കാണെങ്കിലും മറ്റാരുടെ ഡിസൈൻ ആണെങ്കിലും നമുക്കറിയാമല്ലോ, പഹൽഗാമിൽ വന്നതിന് ശേഷം കേവലം ഇന്ത്യക്കാരെ ഷൂട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അവർക്ക് വെറുതെ റാൻഡമായിട്ട് അങ്ങ് വെടിവെച്ചാൽ മതിയായിരുന്നു. മറിച്ച് അവർ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിവൈഡ് രാജ്യത്ത് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണ് അവർ വന്നത്. അതുകൊണ്ടാണ് അവിടെ കലിമ ചൊല്ലിക്കുന്നതും ആൾക്കാരുടെ മതം ചോദിക്കുന്നതും അതിനനുസരിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്ലാൻ കേവലം അവിടെയുള്ള 10, 20, 26 ആൾക്കാരെ കൊല്ലുക എന്നത് മാത്രമായിരുന്നില്ല, മറിച്ച് അതിൽ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് രാജ്യത്തുണ്ടാക്കി ഇവിടെ ഒരു വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകണം എന്ന താല്പര്യത്തിലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ഇതേപോലെ ഒറ്റബുദ്ധികളല്ലാത്തതുകൊണ്ടും നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് റെസ്ട്രെയിൻറ്റ് കൂടുതലായതുകൊണ്ടും കാര്യങ്ങളെ കൂടുതൽ പക്വതയോടുകൂടി കാണാൻ കഴിയുന്നതുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്കലി ഡിഫറൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കാതിരുന്നതുകൊണ്ടും നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത തന്ത്രവുമായിട്ട് പാകിസ്ഥാൻ വന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഗുരുദ്വാര ആക്രമണം വരുന്നത്. എക്സാക്ട്ലി. അതായത് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഇത് അസീം മുനീർ പുറത്തുള്ള സമയത്ത് പഹൽഗാം പ്ലാൻ ചെയ്തുവെങ്കിൽ ഇപ്പോൾ അസീം മുനീർ അഥവാ കസ്റ്റഡിയിലാണ് എന്ന് കരുതിയാൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുരുദ്വാരയെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ തന്നെ ശ്രീ ഗുരുസിംഗ് സഭ എന്ന പൂഞ്ചിലുള്ള ഗുരുദ്വാരയെ ആക്രമിച്ചതിന് ശേഷം അവിടെ ആൾക്കാരെ അവർ കൊല്ലുന്നു. അപ്പോൾ മതപരമായിട്ടുള്ള ഒരു മൈനോറിറ്റി അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മതപരമായിട്ടുള്ള മൈനോറിറ്റിക്ക് ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുക.
അവർക്ക് തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നം ഗവൺമെന്റിനോട് അല്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് സൈന്യത്തിനോട് ഒക്കെ ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെയാണ് കുപ്വാരയിലുള്ള ഒരു വില്ലേജിൽ അവർ ഏതാണ്ട് 8 സിഖ് വീടുകളാണ് അവർ നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുകയാണ്. ഇത് മാത്രമല്ല, മറ്റൊരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെയുള്ള അറ്റാക്ക് നോക്കൂ. പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂൾ, ആ സ്കൂളിനെ ആക്രമിക്കുന്നു. അവിടെയുള്ള ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് സ്കൂൾ ഫംഗ്ഷനല്ല, പക്ഷേ അതിന് തൊട്ടടുത്തുള്ള 2 വിദ്യാർത്ഥികൾ അവർ കൊല ചെയ്യപ്പെടുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്ക് പറ്റുന്നു. ഈ ഷെല്ലിംഗ് നടക്കുന്ന സമയത്തുള്ള പല ആൾക്കാരും അവിടെ സ്കൂളിന്റെ തന്നെ ഏറ്റവും താഴെ നിലയിലേക്ക് പോയി അവിടെ അഭയം തേടിയതുകൊണ്ടാണ് വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നം, കൂടുതൽ കാഷ്വാലിറ്റീസ് അവിടെ ഉണ്ടാകാതിരുന്നത്. ഒപ്പം മറ്റൊരു ക്രിസ്ത്യൻ കോൺവെന്റിനെ അവർ അറ്റാക്ക് ചെയ്യുന്നു. ആ കോൺവെന്റിൽ നൺസ് താമസിക്കുന്ന, കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഒരു കോൺവെന്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെയുള്ള വാട്ടർ ടാങ്കുകൾ അവർ ഡാമേജ് ചെയ്യുന്നു, സോളാർ പാനൽ അറ്റാക്ക് ചെയ്ത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നശിപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെയുള്ള മതപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തം നശിപ്പിച്ച് സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാക്കുകയും ഇവിടെ ആഭ്യന്തരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഡിസൈൻ അവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് അതിന് നേതൃത്വം നൽകുന്നത് അസീം മുനീർ അല്ല, മറ്റൊരാളാണ് എങ്കിലും പാകിസ്ഥാൻ ചിന്തിക്കുന്നത് ഒരേ നേർരേഖയിലാണ്. അതല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇന്ത്യയിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഈ സമയത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. അത് ഈ അസീം മുനീർ എന്താണോ തീരുമാനിക്കുന്നത് അതുപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതും. അത് വികലമായ തീരുമാനങ്ങളായി പോകുന്നുമുണ്ട്. മിഥുനിലേക്ക്